നമസ്കാരം. ചലഞ്ചർ ആപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും അല്ലെങ്കിൽ എല്ലാ PSC പരീക്ഷകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ 2024 പരീക്ഷകൾക്ക് വേണ്ടി 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ ടോപ്പിക് അടിസ്ഥാനത്തിൽ പഠിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സും പഠിക്കണം എന്നുള്ളതാണ്. 2024 ഇതുവരെ കഴിഞ്ഞ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ പരീക്ഷ നടക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ നടന്ന കാര്യങ്ങൾ പോലും തൊട്ടടുത്ത പരീക്ഷയ്ക്ക് ചോദ്യമായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ നടന്ന 2024 മെയ് മാസം 11-ാം തീയതി നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാം ഘട്ട പരീക്ഷ എടുത്ത് നോക്കിയാൽ പോലും 2024 നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദ്യങ്ങളായി അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2024 കറണ്ട് അഫയേഴ്സും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ 2024 PSC ഇതുവരെ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. ഇതിൽ മിനിഞ്ഞാന്ന് നടന്ന, അതായത് മെയ് മാസം 11-ാം തീയതി നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സെഷൻ ഇന്നത്തോടുകൂടി തീരുന്നതാണ്. ഇതിനുശേഷം വരും ദിവസങ്ങളിൽ 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, അതായത് 2023 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 2024 വിവിധ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സിനെ ടോപ്പിക് അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. LDC, LGS, LPP പോലെയുള്ള പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു സീരീസ് ആണെങ്കിൽ നാളെ തൊട്ട് വാച്ച് ചെയ്ത് തുടങ്ങണം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ ടോപ്പിക് അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ചരിത്രത്തിന് ശേഷം കറണ്ട് അഫയേഴ്സ് റിലവന്റ് ടു ദിസ് ടോപ്പിക്, അങ്ങനെ ഓരോ സബ്ജക്റ്റിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. അതേ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ചരിത്രവുമായി പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ്, ഭരണഘടനയുമായി പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ്, കലാകായിക സാംസ്കാരിക മേഖലയുമായി പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ്, സയൻസുമായി പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ഓരോ ടോപ്പിക്, സിലബസിലെ ഓരോ ടോപ്പിക്കുമായി പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ ആ ടോപ്പിക് അടിസ്ഥാനത്തിൽ വരുന്ന ദിവസം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. അതിനുശേഷം നാളെ തൊട്ട് ആ ഒരു സീരീസിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ സീരീസിന്റെ ഭാഗമായിക്കൊണ്ട് മുഴുവൻ കറണ്ട് അഫയേഴ്സും പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ആദ്യം നോക്കാൻ പോകുന്നത് 2024 മെയ് മാസം 11-ാം തീയതി നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതിനുശേഷം മറ്റുള്ള പല പരീക്ഷകളുടെയും കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും നോക്കുന്നതായിരിക്കും. ചോദ്യം 1. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. രണ്ട് കാര്യങ്ങൾ പഠിക്കുകയാണ്. അസംഘടിത തൊഴിലാളികളുടെ കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഉത്തരം ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. എന്താണ് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം? ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, 1 അസംഘടിത തൊഴിലാളികളാണ്, 2 കേന്ദ്ര ഗവൺമെന്റ് ആണ്, 3 ആ പോർട്ടലിന്റെ പേര് ഈശ്രമാണ്. ഇത് കൊണ്ടുവന്നത് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ്. എന്താണ് ഇത്? ആക്ച്വലി നിർമ്മാണ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, വീട്ടുതൊഴിലാളികൾ എന്നിവർ ഉൾപ്പെട്ട അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ ഡേറ്റാബേസ് ആണ് ഈ ശ്രം പോർട്ടൽ വഴിയാണെങ്കിൽ സൃഷ്ടിക്കുന്നത്. ഓക്കെ, ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഈ ശ്രം കാർഡ് നൽകുന്നതായിരിക്കും. അപ്പൊ മനസ്സിലാക്കാം ആരുടെയൊക്കെയാണ്? കുടിയേറ്റ തൊഴിലാളികള്, നിർമ്മാണ തൊഴിലാളികള്, പ്ലാറ്റ്ഫോം തൊഴിലാളികള്, തെരുവ് കച്ചവടക്കാര്, വീട്ടുതൊഴിലാളികള്, ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള അസംഘടിത തൊഴിലാളികളുടെ ഡേറ്റാബേസ് ആണ് ഈ ശ്രം എന്ന് പറയുന്ന പോർട്ടലിലൂടെ കേന്ദ്ര സർക്കാർ ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണെങ്കിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 2. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്ന് ആലോചിക്കുക. 2019-20 എസ്പെഷ്യലി 2021 കാലഘട്ടത്തിലാണ് കോവിഡ് അല്ലെ, ആ സമയത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് 24-ൽ ഇപ്പോൾ ചോദിക്കുന്നത്. പദ്ധതിയുടെ പേരെന്താണ്? ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. അത് മനസ്സിലാക്കുക. അപ്പൊ COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുക. എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? എന്താണ്? പുതിയ തൊഴിൽ സൃഷ്ടിക്കുക, തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുക. പുതിയ തൊഴിൽ സൃഷ്ടിക്കുക, തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുക. അതുപോലെ തന്നെയാണെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന എന്ന് പറയുന്നത്. ചോദ്യം നമ്പർ 3. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ
പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതെങ്കിലും? നല്ലൊരു ചോദ്യമാണ് അല്ലെ. വാർദ്ധക്യ പെൻഷൻ 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? അത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ചോദ്യമാണ്. ഇന്നലത്തെ അല്ലെങ്കിൽ മിനിഞ്ഞാത്ത പരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കിയാൽ മതി. എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ ഒരു സിംഗിൾ ലൈൻ ആയിട്ട് വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കുറവാണ്. കൂടുതലും ആ ഒരു കാര്യത്തെ ഒന്നോ രണ്ടോ വാക്കിൽ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും ഓക്കെ, നേരത്തെ പറഞ്ഞ ചോദ്യമായാലും അങ്ങനെ തന്നെയാണ്. ഇതിന് ഉത്തരം എന്താണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് 60 നിന്ന് 50 ഓക്കെ ക്ഷേമ പെൻഷനിൽ വാർദ്ധക്യ പെൻഷന്റെ പ്രായപരിധി കുറച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ജാർഖണ്ഡ് ഇങ്ങനെ കുറച്ച ഓക്കെ ഈ ഒരു പദ്ധതി ഓക്കെ ഇതിനൊരു പേരുണ്ട്. എന്താണത്? മുഖ്യമന്ത്രി രാജ്യ വൃദ്ധ വ്യവസ്ഥ പെൻഷൻ യോജന. എന്താണ്? മുഖ്യമന്ത്രി രാജ്യ വൃദ്ധ വ്യവസ്ഥ പെൻഷൻ യോജനയ്ക്ക് കീഴിലാണ് ഈ സംരംഭം നടത്തുന്നത്. ഏത് സംരംഭം? 60 വയസ്സിൽ നിന്ന് 50 വയസ്സാക്കിക്കൊണ്ട് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ വേണ്ടി പെൻഷൻ തുടങ്ങി. ഓക്കെ 60 എന്നുള്ളത് 50 കുറച്ചു. ഓക്കെ ജാർഖണ്ഡ്. പദ്ധതിന്റെ പേരും മുഖ്യമന്ത്രി രാജ്യ വൃദ്ധ വ്യവസ്ഥ പെൻഷൻ യോജന. ഓക്കെ പെൻഷൻ വഴി 1000 രൂപയാണ് നൽകുന്നത്. ഇതൊരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കണം. സംസ്ഥാനം ജാർഖണ്ഡ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഓക്കെ ഇത് നോക്കിയേ, 2024 പരീക്ഷയ്ക്ക് 2018 ആരംഭിച്ച ഒരു സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്, അതുപോലെ തന്നെയാണെങ്കിൽ സ്റ്റാറ്റിക് GK ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ് ഈ പദ്ധതി. ഇതിന്റെ പേരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന പദ്ധതി 2018 ആരംഭിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇതാണ്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ഭാഗമായിരിക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൂടിയാണ് ആയുഷ്മാൻ ഭാരത്. ഓക്കെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന ഈ പദ്ധതി. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ്, 2024 പുതുവർഷ ദിനത്തിൽ നോക്കിയ 2024 ചോദ്യമാണ്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? അപ്പൊ ഇവിടെ ആ സംഭവം തന്നു, ആ സംഭവത്തിന്റെ സ്ഥലം തന്നു, എന്നിട്ട് ഇത് ഏത് ഏഷ്യൻ രാജ്യത്താണ്? കോണ്ടിനെന്റ് വരെ പറഞ്ഞു. ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം ജപ്പാൻ. മനസ്സിലാക്കുക. ഇവിടെ 3 പോയിന്റ് മനസ്സിലാക്കണം. 2024 പുതുവർഷ ദിനം. ഓക്കെ 7.5 റിക്ടർ സ്കെയിൽ. ഓക്കെ ഭൂകമ്പവും സുനാമിയും ഒക്കെ എവിടെയാണ് ഉണ്ടായത്? നോട്ടോ എന്ന് പറയുന്ന പ്രദേശം. ഏതാണ് രാജ്യം? ജപ്പാൻ. ഇവിടെ മനസ്സിലാക്കാം. ജപ്പാനിലെ കടലോരത്തെ ഇഷിഗാവ പ്രീഫെക്ചറിലെ നോട്ടോയിലാണ് ഭൂചലനം ഉണ്ടായത്. നോട്ടോ. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് നോട്ട് ചെയ്ത് നോക്കുക. നോട്ടോ. ഓക്കെ ഇനി മനസ്സിലാക്കുക. 2016 കുമോമോട്ടോ ഭൂകമ്പത്തിന് ശേഷം ജപ്പാനിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമാണ് നോട്ടോയിലെ ഭൂകമ്പം. അപ്പോ 2016 ഒരു ഭൂകമ്പം ഉണ്ടായി, അതിന്റെ പേരാണ് കുമോമോട്ടോ. ഓക്കെ അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഈ നോട്ടോയിലെ ഭൂകമ്പം ഉണ്ടായത് 2024 പുതുവർഷ ദിനത്തിൽ. ക്ലിയർ ആണല്ലോ? യെസ്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ നെക്സ്റ്റ്, 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? നമ്മള് 2022 ഫുട്ബോൾ വേൾഡ് കപ്പിന് ശേഷം 2023 എല്ലാ പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ തയ്യാറായ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തയ്യാറെടുത്ത അല്ലെങ്കിൽ ഉറപ്പിച്ച ഒരു ഭാഗമായിരുന്നു ആ ലോകകപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ. അക്കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലയണൽ സ്കലോണിയാണ് ഓക്കെ അർജന്റീന ടീമിന്റെ ദേശീയ ടീമിന്റെ ഫുട്ബോൾ പരിശീലകൻ. അദ്ദേഹത്തിന് കീഴിലുള്ള ടീമാണ് 2022 ഫ്രാൻസിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിക്കുകയും ലോകകപ്പ് കിരീടം ചൂടുകയും ചെയ്തത്. അർജന്റീനയുടെ മൂന്നാമത്തെ ലോകകപ്പ് കിരീടമായിരുന്നു 2022. ഇതും കൂടെ ഓർത്തിരിക്കുന്നതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോ പരിശീലകന്റെ പേര് മനസ്സിലാക്കുക, ലയണൽ സ്കലോണി. ഈ ചോദ്യം വന്നതും 2024 മെയ് 11 ഒന്നാം ഘട്ട ഡിഗ്രി പ്രിലിംസിന് പരീക്ഷയ്ക്കായിരുന്നു. യെസ്. നെക്സ്റ്റ്, 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ഓക്കെ 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. ഓക്കെ കാർലോസ് അൽക്കാരസ് ആണ് 2023 വിംബിൾഡണിൽ വിജയം നേടിയത് മനസ്സിലാക്കുക. നൊവാക് ജോക്കോവിച്ചിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. നൊവാക് ജോക്കോവിച്ചിന്റെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു വിജയം ഓക്കെ വർഷങ്ങളായിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിജയമാണ് ഇദ്ദേഹം തടയിട്ടത്. കാർലോസ് അൽക്കാരസ് സ്പാനിഷ് ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹമാണ് 2023 വിംബിൾഡണിൽ വിജയം നേടിയതെന്ന് മനസ്സിലാക്കട്ടോ. സ്പാനിഷ് ടെന്നീസ് പ്ലെയർ ആണ് കേട്ടോ കാർലോസ് അൽക്കാരസ്. യെസ്. നെക്സ്റ്റ്, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ
കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? അടുത്ത ചോദ്യം, ഇതും മെയ് 11 ഡിഗ്രി പ്രിലിംസിൽ ചോദ്യമാണ്. ദേശീയ ജലപാത 3 ഓക്കെ, അതിന്റെ സ്ഥലം, അതിന്റെ ആ ഒരു കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് എന്നതാണ് ചോദ്യം. ഉത്തരം എന്താണ്? കോഴിക്കോട്. മനസ്സിലാക്കാം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് കേട്ടോ, കോഴിക്കോട്. യെസ്. നെക്സ്റ്റ്, 2022 ജാനുവരി 21 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതൊരു കറണ്ട് അഫെയർ അപ്പുറത്തേക്കും ഒരു GK ലോജിക്കും കൊണ്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് GK പോർഷൻ, ഈ കറണ്ട് അഫെയർസിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും GK പോർഷനിൽ സംസ്ഥാനങ്ങളും അവയുടെ രൂപീകരണമൊക്കെ പഠിച്ച ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഉത്തരമായിരുന്നു. എന്തായാലും നോക്കാം. 2022 ജാനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? അപ്പോ ഈ താഴെ പറയുന്ന 4 ഏതോ ഒരു സംസ്ഥാനത്തിന്റെ 50ാമത്തെ സംസ്ഥാന ദിനാചരണം 2022 ജാനുവരി 21 ആയിരുന്നില്ല, എന്നാൽ ബാക്കി 3 ആയിരുന്നു. അപ്പൊ ആ ബാക്കി 3 ഏതൊക്കെയാണ്? ഓക്കെ, മനസ്സിലാക്കുക. ഇതിൽ അല്ലാതിരുന്നത് നാഗാലാൻഡ് ആണ്. അതായത് മണിപ്പൂർ, മേഘാലയ, ത്രിപുര. ഈ 3 സംസ്ഥാനങ്ങളും രൂപീകരിച്ചിട്ട് 2022 ജാനുവരി 21 50 വർഷം തികഞ്ഞു. 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരിക്കുക. സ്ട്രാറ്റജിക് പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ്? ഇവിടെ രൂപീകരണത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കുക, മുമ്പ് നാട്ടുരാജ്യങ്ങളായിരുന്ന ത്രിപുര, മണിപ്പൂർ. ഇതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഒന്ന് ത്രിപുരയും മണിപ്പൂരും, അതുപോലെ തന്നെയാണെങ്കിൽ മേഘാലയം. ത്രിപുരയും മണിപ്പൂരും മേഘാലയം. ഇനി നോക്കാം, ഇതിൽ ത്രിപുര മണിപ്പൂർ 1949 ഒക്ടോബറിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ സംയോജിക്കപ്പെട്ടു. 1949 ഒക്ടോബറിൽ തന്നെ ത്രിപുരയും മണിപ്പൂരും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. ഓക്കെ, പിന്നീട് 1971 നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ട്, എന്നാണ് 1971 നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീ ഓർഗനൈസേഷൻ അഥവാ പുനഃസംഘടനാ നിയമം. അതിന്റെ ഭാഗമായിക്കൊണ്ട് 1972 ജാനുവരി മാസം 21 ഇവയ്ക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു. അപ്പൊ മനസ്സിലായി, 1972 ജാനുവരി മാസം 21 ത്രിപുരയ്ക്കും മണിപ്പൂരിനും സംസ്ഥാന പദവി ലഭിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ അവ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കപ്പെട്ടിരുന്നു. 1949 ഒക്ടോബറിൽ തന്നെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിരുന്നു. ഇതിൽ ആകെ ബാക്കിയുള്ളത് മേഘാലയാണ്. മേഘാലയക്ക് എന്താ സംഭവിച്ചത്? ഒരു കാലത്ത് ആസാമിന്റെ ഭാഗമായിരുന്നു മേഘാലയ. അപ്പൊ മേഘാലയ തുടക്കം തൊട്ടേ വേറെയല്ല, ആസാമിന്റെ ഭാഗമായിരുന്ന മേഘാലയയുടെ സംസ്ഥാന പദവിയിലേക്കും ഇതേ നിയമം തന്നെ കാരണമായത്. എങ്ങനെ കാരണമായത് നോക്കാം. 1969 അസം പുനഃസംഘടനാ ആക്ട്, അതായത് അസം റീ ഓർഗനൈസേഷൻ ആക്ട് മൂലം മേഘാലയ ഒരു സ്വയം ഭരണ സംസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു. അപ്പോ 1969 ഒരു ഒട്ടോണമിയുള്ള സംസ്ഥാനമായിട്ട് ആര് മാറുന്നു? മേഘാലയ മാറുന്നു. ഏതിലൂടെ? അസം റീ ഓർഗനൈസേഷൻ ആക്ട്. ആസാം റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരം. അതിനുശേഷം 1971 നോർത്ത് ഈസ്റ്റേൺ റീജിയൻ നിയമത്തിന്റെ ഭാഗമായി 72 ജാനുവരി 21 മേഘാലയക്കും സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു. അപ്പൊ ഇതിന് രണ്ടിനെയും രണ്ടായി എടുത്തു പറയാനുള്ള കാരണം ത്രിപുരക്കും മണിപ്പൂരിനും ഏറെക്കുറെ ഒരേ ബാക്ക്ഗ്രൗണ്ട് ആണ്. 49 ഒക്ടോബറിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വരുന്നു. പിന്നീട് 71 ആ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 72 ജാനുവരി 21 സംസ്ഥാനമായിട്ട് മാറുന്നു. എന്നാൽ ഈ പറയുന്ന മേഘാലയ ആദ്യം ആസാമിന്റെ ഭാഗമായിരുന്നു. അത് ആസാം റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണെങ്കിൽ 69 സ്വയംഭരണ സംസ്ഥാനമായിട്ട് മാറ്റപ്പെടുന്നു. പിന്നീട് 1971 ഇതേ ആക്ട് നോർത്ത് ഈസ്റ്റേൺ റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണെങ്കിൽ ഈ മേഘാലയയും എന്താക്കി മാറുന്നു? ഒരു സംസ്ഥാനമായിട്ട് മാറുന്നു. ഈ 3 സംസ്ഥാനങ്ങളാണ് 50ാമത്തെ രൂപീകരണ ആചരണം എന്ന് നടത്തിയത് 2022 ജാനുവരി മാസം 21 ഇനി ഈ കൂട്ടത്തിൽ പെടാത്ത സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നാഗാലാൻഡ്. മനസ്സിലാക്കുക, 1963 ഡിസംബർ മാസം 1 ഇന്ത്യയുടെ 16ാമത്തെ സംസ്ഥാനമായിട്ടാണ് നാഗാലാൻഡ് രൂപീകൃതമായതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ 4 സംസ്ഥാനങ്ങളുടെയും കംപ്ലീറ്റ് അതിന്റെ ഫോർമേഷന്റെ ഒരു പിക്ചർ ഐഡിയ നമുക്ക് കിട്ടി. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ്, 2024 വേൾഡ് ഹാപ്പിനെസ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ ഇപ്പൊ ഇതുവരെ ഈ ഒരു ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ വരെ ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങളാണ് 2024 മെയ് മാസം 11 കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ 1ാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പൊ എത്രത്തോളം ഡെപ്തിലുള്ള നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ള പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളോട് കാണാം.
2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഓക്കെ, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സന്തോഷമുള്ള രാജ്യം എല്ലാ വർഷത്തെയും പോലെ ഫിൻലൻഡ് ആണ്. ഓക്കെ, ഏറ്റവും സന്തോഷമുള്ള രാജ്യം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ വന്നാൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന, ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇതിന്റെ 2-3 റിലേറ്റഡ് ഫാക്ട്സ് കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. എന്താണത്? ഒന്ന്, റിപ്പോർട്ടിൽ 1ാം സ്ഥാനം ഫിൻലൻഡ്, 2ാം സ്ഥാനം ആരാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, 3ാം സ്ഥാനം ആരാണ്? ഐസ്ലൻഡ്. 3ാം സ്ഥാനം ആരാണ്? ഐസ്ലൻഡ്. ഇനി മനസ്സിലാക്കുക, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. നമ്മുടെ രാജ്യം സന്തോഷത്തിൽ വളരെ പിറകിലാണ്. 126ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ കേട്ടോ. മനസ്സിലാക്കാം, ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാന്റെ ഭരണവും രാഷ്ട്രീയവും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. അപ്പോ 1ാം സ്ഥാനത്ത് ഫിൻലൻഡ്, നമ്പർ 2 ഡെൻമാർക്ക്, നമ്പർ 3 ഐസ്ലൻഡ്. ഇന്ത്യ ഈസ് അറ്റ് 126. ഓക്കെ, ഏറ്റവും താഴെ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ, അടുത്ത വലിയ ചോദ്യമാണ്, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് എന്നാണ്. സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസം എന്താണ് ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ? മനസ്സിലാക്കാം, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് ആണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റാർസിന്റെ ഫുൾ ഫോം ആണ്, പൂർണ്ണരൂപമാണ് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ളതാക്കാനും ഭരണ മികവുള്ളതാക്കുക, അതായത് അഡ്മിനിസ്ട്രേഷനിലും മികവ് വരുത്താനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, ഈ പദ്ധതി നടപ്പിലാക്കുന്ന 6 സംസ്ഥാനങ്ങൾ. ഒരു പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം ഇതായിട്ട് വരാം. സ്റ്റാർസ് നടപ്പിലാക്കുന്ന ആദ്യത്തെ 6 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ 6 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരളം, ഒഡീഷ. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരളം, ഒഡീഷ. അതായത് നമ്മുടെ സദേൺ ഭാഗത്ത് നിന്ന് ആര് മാത്രമേ ഉള്ളൂ? കേരളം മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുക, സദേൺ ഭാഗത്ത് നിന്ന് കേരളം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും ഭരണ മികവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന ഒരു സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ഇത് നടപ്പിലാക്കുന്ന ആദ്യത്തെ 6 സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരളം, ഒഡീഷ. നെക്സ്റ്റ്, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് നോക്കിയേ. രാഷ്ട്രപതി സൈൻ ചെയ്ത ഡേറ്റ്, അതായത് പ്രസിഡൻഷ്യൽ അസെന്റ് ഈ ഒരു ബില്ലിന് എന്നാണ് ലഭിച്ചതെന്നുള്ളതാണ് ചോദിക്കുന്നത്. 2023 സെപ്റ്റംബർ മാസം 28-ാം തീയതി. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണിത്. നമുക്ക് പോളിറ്റിയിലും കോൺസ്റ്റിറ്റ്യൂഷനിലും പ്രാധാന്യത്തോട് കൂടി തന്നെ പഠിക്കേണ്ട ഒരു ബില്ലാണിത്. ഇതിന് വിശദാംശങ്ങളിലൂടെ ഞാൻ കടക്കുന്നു. അപ്പൊ ഈ ഡേറ്റ് മനസ്സിലാക്കുക, 2023 സെപ്റ്റംബർ 28. ഇനി മനസ്സിലാക്കുക, ഈ ബില്ലിന്റെ പ്രത്യേകത എന്താണ്? ഇത് 106ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. 106ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഓക്കെ, 106 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. 106 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ് ഒന്ന്. രണ്ടാമത്, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും, അതായത് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും സ്ത്രീകൾക്ക് വനിതകൾക്ക് 33% 33% സംവരണം ഏർപ്പെടുത്തുന്നതാണ് ഈ നിയമം. ചോദ്യം തിരിച്ചു വരുന്നു, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വനിതകൾക്ക് 33% സംവരണം ഉറപ്പുവരുത്തുന്ന നിയമമേത്? ബില്ലേത്? ഉത്തരം എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? നിലവിലെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. എന്നാണ് പ്രസിഡൻഷ്യൽ അസെന്റ് ലഭിച്ചത്? 28 സെപ്റ്റംബർ 2023. ഇത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ്? 106ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, എന്നാണ് ഈ ബില്ല് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയത്? 2023 സെപ്റ്റംബർ 20 ലോക്സഭയിലും 21 രാജ്യസഭയും ഈ ബില്ല് പാസ്സാക്കി. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി
2026 മണ്ഡല നിർണയത്തിന് ശേഷമാണ് സവർണ നടപ്പിലാക്കുക. അതായത് സാധാരണഗതിയിൽ ഒരു ബില്ല് പാസ്സായി പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർക്കുലറോട് കൂടി അല്ലെങ്കിൽ ഒരു ഉത്തരവോട് കൂടി പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. എന്നാൽ ഈ ബില്ല് ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. 2026 വരെയാണെങ്കിൽ ഈ നിയമത്തെ ആണെങ്കിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? 2026 ഡെലിമിറ്റേഷൻ നടത്തേണ്ടതുണ്ട് അല്ലെ, അതായത് നിലവിലുള്ള മണ്ഡല പുനർനിർണയം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം 2026 മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക. അങ്ങനെ ഈ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ 2029 ലോക്സഭാ ഇലക്ഷൻ ആയിരിക്കും. അപ്പൊ 2029 ലോക്സഭാ ഇലക്ഷനിലായിരിക്കും ശരിക്കും ഇത് പ്രാബല്യത്തിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ക്ലിയർ ആണല്ലോ. ബില്ലിന്റെ പേരെന്താണ്? നിയമത്തിന്റെ പേരെന്താണ്? നാരി ശക്തി വന്ദന അധിനിയം. ഒപ്പുവെച്ചത് ദ്രൗപദി മുർമു 28 സെപ്റ്റംബർ 2023. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആണ്, പക്ഷേ 2024 ചോദിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. എന്താണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്? 1969 മാർച്ച് മാസം 10-ാം തീയതിയാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണെങ്കിൽ രൂപീകരിക്കപ്പെട്ടത്. മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇത് നിലവിൽ വന്നിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്, കേന്ദ്ര ഹോം മിനിസ്ട്രിക്ക് കീഴിലാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കാം 1969 ഇത് രൂപീകരിച്ചത്. ഇനി എന്താണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഇവരെന്താ ചെയ്യുന്നത്? ഇന്ത്യയിലെ പൊതുമേഖല വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ പൊതുമേഖല വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളുടെയും സർക്കാർ അടിസ്ഥാന സൗകര്യ സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും സുരക്ഷാ ചുമതല വഹിക്കുന്ന സേനയാണ് CISF. നമ്മുടെ എയർപോർട്ടുകളും വിവിധ ആറ്റോമിക് പവർ സ്റ്റേഷൻസ്, അതുപോലെ തന്നെയാണെങ്കിൽ പാർലമെന്റ് തുടങ്ങിയ വിവിധ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളുടെ എല്ലാം സുരക്ഷാ ചുമതല സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ്, ഇതേ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്താണ്? കേന്ദ്ര സേനയായ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിത ആരാണ്? ഇത് റീസെന്റ് കറണ്ട് അഫെയർ ആണ്, ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. നീന സിംഗ്. CISFന്റെ ഡയറക്ടർ ആയിട്ടുള്ള ആദ്യ വനിതയാണ് നീന സിംഗ്. നോട്ട് ചെയ്തോണേ. യെസ്. ഇനി അടുത്ത ചോദ്യം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? നിങ്ങൾ നോക്കി, ചോദ്യം നോക്കി, നിലവിൽ എത്ര രൂപയാണെന്നുള്ളതല്ല ചോദിച്ചത്. മുമ്പ് എത്രയാണ് എന്നുള്ളതല്ല ചോദിച്ചത്, എത്ര രൂപ കൂട്ടി, ആ കൂട്ടിയ എമൗണ്ട് മാത്രമാണ് ചോദിക്കുന്നത്. എത്രയാണ്? 22 രൂപ. നിലവിൽ എത്ര എമൗണ്ടിൽ നിന്ന് എത്ര എമൗണ്ടിലോട്ടാണ് കൂട്ടിയതെന്നല്ല ചോദിച്ചത്, എത്ര എമൗണ്ട് ആണ് കൂട്ടിയത്? 22 രൂപ. അപ്പൊ മനസ്സിലാക്കാം 311 രൂപയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 311 രൂപയിൽ നിന്നും 22 രൂപ കൂട്ടി 333 രൂപയാണ് നിലവിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം. അപ്പോ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ മുൻ വേതനം എത്രയായിരുന്നു? 311. എത്ര രൂപ കൂട്ടി? 22 രൂപ കൂട്ടി. നിലവിലെ വേതനം എത്രയാണ്? 333. ഇങ്ങനെയൊക്കെ ഫാക്ട് വരുമ്പോ, ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയർ വരുമ്പോ നമ്മൾ പുതിയ വേതനം എത്രയാണെന്നാണ് പഠിച്ചിട്ട് പോവാറ്. പലപ്പോഴും എത്ര കൂട്ടി എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല, അല്ലെ? അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പൊ എത്രത്തോളം ഇത്തരത്തിലുള്ള ഫാക്ട്സ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഈ ചോദ്യം കാണിച്ചു തരുന്നത്. അപ്പൊ അതിന്റെ ബേസിസിലാണെങ്കിൽ ഞാൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂടെ പറയാണ്. നിലവിൽ 333 അല്ലെങ്കിൽ 333 ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. 333 നിന്ന് 346 ആക്കി കൂട്ടിയിരിക്കുന്നു. അപ്പൊ എത്ര കൂട്ടിയിരിക്കുന്നത്? 13 രൂപ. 13 രൂപ കൂട്ടി 346 ആക്കി ഉയർത്തിയിരിക്കുന്നു. അപ്പൊ നിലവിലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണ്? 346. ഇവിടുത്തെ വേതനം എത്രയാണ്? 346. എത്ര രൂപ കൂട്ടി? 13 രൂപ. മുമ്പ് എത്രയായിരുന്നു? 333. യെസ്. നെക്സ്റ്റ്, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. അപ്പൊ എന്റെ ചോദ്യം, 2024 തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ എന്നാണ് നിങ്ങൾ കമന്റ് ചെയ്യണേ. വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതിന്റെ പ്രമേയം എന്തായിരുന്നു? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അപ്പോ ഓരോ ഡേറ്റും അതിന്റെ ഒബ്സർവേഷനും അതിന്റെ തീമും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇത് കാണിച്ചു തരുന്നത്. നോക്കിയേ, ഈ ചോദ്യം ഫെബ്രുവരി മാസത്തിലാണ് തണ്ണീർത്തടം
ദിനം അല്ലെ, അതിന്റെ ചോദ്യം മാർച്ച് മാസത്തിൽ വന്നിരിക്കുന്നു, മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നു, ഏപ്രിൽ മാസത്തിലെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നു. അപ്പൊ നോക്കിയേ, അപ്പൊ അത്രയും അടുത്തുള്ള മാസങ്ങളിലെ ചോദ്യങ്ങൾ പോലും തൊട്ടടുത്ത മാസങ്ങളിലെ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്രത്തോളം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഓക്കെ, നെക്സ്റ്റ് ലോകാരോഗ്യ ദിനം 2024. ലോകാരോഗ്യ ദിനം 2024ന്റെ പ്രമേയം തീം ഏതാണ്? ഉത്തരം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം, എന്റെ ആരോഗ്യം എന്റെ അവകാശം, എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ള ഈ തീം മനസ്സിലാക്കുമ്പോൾ ഏത് ഡേറ്റിലാണ് ഈ ലോക ആരോഗ്യ ദിനം എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏപ്രിൽ 7, എല്ലാ വർഷവും ഏപ്രിൽ 7. 1950 മുതൽ എവരി ഇയർ ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനം ആഘോഷിക്കപ്പെടുന്നത്. ആരോഗ്യ ദിനം ഇത് നോക്കിയേ, പ്രഥമ ആരോഗ്യ സഭ നടന്ന എന്നാണ് 1948. ലോകാരോഗ്യ സംഘടന വിളിച്ചു ചേർത്തു. 50 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ആഘോഷിക്കപ്പെടണമെന്ന് പ്രഥമ ആരോഗ്യ സഭയാണ് തീരുമാനമെടുത്തത്. അപ്പോ 48 ആദ്യത്തെ ആരോഗ്യ സഭ ആ സഭയിൽ തീരുമാനമെടുക്കുന്നു. അതിന്റെ ബേസിസിൽ 50 തൊട്ട് എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി വേറെ കാര്യം കൂടിയാണ്, എന്താണ്? ജൂലൈ 22 ആഘോഷിക്കണമെന്നാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കുട്ടികളുടെ കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം നേടുന്നതിനായിട്ടാണ് ഇത് ഏപ്രിൽ 7 മാറ്റിയത് കേട്ടോ. ഏപ്രിൽ 7 മാറ്റാനുള്ള കാരണം വിദ്യാർത്ഥികളുടെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ജൂലൈ 22 പകരം ഏപ്രിൽ 7 ആക്കി മാറ്റിയത്. അപ്പോൾ ഇതിന്റെ നിലവിലെ ഡേറ്റ് എന്താണ്? ഏപ്രിൽ 7 എന്ന് തൊട്ടാണ് ആരംഭിച്ചത്. 1950 ആണ് ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് എന്ന് നടന്ന ആരോഗ്യ സഭയിലാണ് 1948. 1948 ആരോഗ്യ സഭയുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ പ്രഥമ ആരോഗ്യ സഭയാണ്. ഇത് ആരാണ് വിളിച്ചു കൂട്ടിയത്? ലോകാരോഗ്യ സംഘടന. നെക്സ്റ്റ്, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? 2023 സരസ്വതി സമ്മാൻ ഈ ഒരു അവാർഡൊക്കെ വരുന്ന സമയത്ത് അത് എസ്പെഷ്യലി ഒരു മലയാളിക്കോ മറ്റോ ആണ് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരീക്ഷയ്ക്കെങ്കിലും പ്രതീക്ഷിക്കാം. പഠിക്കുന്ന വേർത്താണ്. ഉത്തരം എന്താണ്? പ്രഭാവർമ്മ അല്ലെ, പ്രഭാവർമ്മയ്ക്കാണ് ഈ ഒരു 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2024 ഇത് പ്രഖ്യാപിച്ചത്. മനസ്സിലാക്കാം, 2023 സരസ്വതി സമ്മാൻ അവാർഡ് പ്രഭാവർമ്മ. നമ്മൾ എന്തായാലും ടോപ്പിക് അടിസ്ഥാനത്തിൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സാഹിത്യം, പുരസ്കാരങ്ങൾ, അവാർഡുകൾ എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള അവാർഡുകൾ, സരസ്വതി സമ്മാന്, അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരങ്ങള്, പിന്നെ നമ്മുടെ സംസ്ഥാനം നൽകപ്പെടുന്ന വ്യത്യസ്ത സാഹിത്യ അവാർഡുകളൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? വിന്റർ ഗെയിംസ്, ഇത് ആദ്യം മനസ്സിലാക്കുക. വിന്റർ ഗെയിംസ് വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ്, മാസ്കോട്ടാണ് ഹിമപ്പുലി. ഏതാണ്? ഹിമപ്പുലി. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഹിമപ്പുലി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2024 ജാനുവരി തൊട്ട് മെയ് മാസം 11-ാം തീയതി വരെ നടന്ന വിവിധ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൽ പലതും 24-ലെ തന്നെ ചോദ്യങ്ങളായിരുന്നു, മറ്റു പലത് 2023-ലെയും 22-ലെയും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നാളെ തൊട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു സീരീസുമായിട്ട് വരാൻ പോവാണ്. LDC, LPUP, LGS, ഡിഗ്രി പ്രിലിംസ്, CPO പരീക്ഷകൾ. അടുത്ത വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2023-ലെ കറണ്ട് അഫയേഴ്സിനെ മുഴുവൻ കറണ്ട് അഫയേഴ്സിനെ നമ്മൾ ടോപ്പിക് അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ 2023-ലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെ സെലക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എടുക്കണം, ഏതൊക്കെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. നാളെ തൊട്ടുള്ള ഈ സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഈ സീരീസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം, ജോഗ്രഫി, ഭരണഘടന, ശാസ്ത്രം, സാഹിത്യം, അങ്ങനെ വിവിധ ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ദിവസവും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട് എഴുതിയെടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.